ലാസ്റ്റിനൊറ്റ രാത്രി കിട്ടിയതാ. ആ പാലും പഴം കിട്ടിയിരുന്നെങ്കിൽ അത് വെട്ടുപിടിക്കും എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങായിരുന്നു. ഇവിടെ കാത്തിരുന്ന അവസാനം KSRT ബസ് സ്റ്റാൻഡിലെ സിമെന്റ് ബെഞ്ച് പോലെ ആവോ ജീവിതം. ചേട്ടാ ഞാൻ പാല് പഞ്ചസാര ഇട്ടോണ്ടിരിക്കുവായിരുന്നതാ. ഇതാണ് ആദ്യരാത്രിയിലെ പാല്. ഇവിടെ കാല മൊത്തം കുടിച്ചാ? അല്ല കാലാന്ന് പറഞ്ഞ കാലാന്നെന്തോ പറഞ്ഞല്ലോ. അങ്ങനെ പറയൂ, എന്റെ ഭർത്താവല്ലേ. കാൽ ഭാഗമെങ്കിലും വെച്ചേക്കണ്ടേന്ന് ചോദിച്ചതാ. സ്നേഹം അതൊക്കെ പള്ളി പറഞ്ഞാ മതി. ഭക്ഷണത്തിന്റെ കാര്യത്തിന് സ്നേഹമൊന്നുമില്ല. നിനക്ക് വല്ല വേണമെങ്കിൽ നീ ഒത്തുകഴിഞ്ഞ് കഴിച്ചോളാം. എനിക്കോളൂ, ഞാൻ കഴിക്കും. എന്നോട് ചേട്ടന് ഒട്ടും സ്നേഹമില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ആയുഷ്കാലം മൊത്തം കൂടെ താമസിക്കും? വേണ്ട വേണ്ട വേണ്ട. ആരാ പറഞ്ഞത് എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്? ഞാനൊരു കടി വെച്ചു തരും കേട്ടോ. അമ്മച്ചി പൊക്കലിന് വിട്ട് 24 ഇഞ്ചക്ഷൻ ഇടാനുള്ള കെൽപ്പനിക്ക് ഇല്ല. പട്ടി അടിക്കുമ്പോഴല്ലേ? അല്ല, എനിക്ക് രണ്ടും ഒരുപോലെ. പോട്ടെ, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാം. അതെ, പെണ്ണ് കാണാമെന്നപ്പോ എന്താ എന്നെ കാണിച്ചേ? ഞാനല്ലേ കാണിച്ചത്? നീയല്ലേ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചു? പിന്നെ ഞാൻ പടിവാളത്തെ കുപ്പായിട്ടോണ്ടപ്പോ നീയല്ലേ തലയിൽ പാലക്കെടുത്ത് ഒഴിച്ചത്? അത് എന്നെക്കാൾ ചേച്ചിന്ന് വിളിച്ച എന്തിനാ? എന്റെ അച്ഛൻ പറഞ്ഞിട്ട് തലയ്ക്ക് മൂത്തവരൊക്കെ ചേച്ചി ചേട്ടാന്ന് വിളിക്കണോ? അതെന്താ പുറത്ത് കൂനി? ഈ പുറത്തല്ലേ, അങ്ങോട്ട് നോക്ക്. കണ്ണു എന്റെ അപ്പനാ. ആ ഉണ്ടക്കണ്ണ് പോലത്തെ കണ്ണ് കണ്ടില്ലേ? ഇരുട്ടത്ത് കണ്ട അറിയില്ല. തേങ്ങാപ്പുഴ പോലത്തെ പല്ല് പുറത്ത് കാണിച്ചാലേ അറിയുള്ളൂ. വൃത്തികെട്ടവനാ. ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ നോക്ക്. അച്ഛൻ ഒന്ന് ഇവിടെ കിടന്നുറങ്ങട്ടെ. ഇന്നെന്റെ ഭാര്യയുടെ ആദ്യരാത്രിയാ. ഓ, നിന്റെ ഭാര്യയുടെ ആദ്യരാത്രിയാണോ? അതിന് നിനക്കെന്താ ഇവിടെ കാര്യം? ഞാനുണ്ട് കമ്പനിക്ക്. എന്നാണ് ഈ ആദ്യരാത്രിയൊക്കെ ഉണ്ടായത്? അച്ഛാ, കൊതുകിനില്ലേ ക്രിമിയേടി? കൊതുകിന് ക്രിമിയുണ്ട്. പക്ഷേ മോളെ ഒരു കാര്യം ആലോചിക്കണം. 1921 ജനുവരി മാസം 12-ാം തീയതി, അതായത് ചിങ്ങം 19-ാം തീയതി 11-നും 11:30-നും മുഹൂർത്തത്തിൽ ഇവന്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താഴെ ചാർത്തി. അങ്ങനെ 12:30 കല്യാണം കഴിഞ്ഞ് ഉച്ചക്ക് 2 മണിക്ക് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് ഞാൻ ജോലിക്ക് കയറി. അതാണ് ഉത്തരവാദിത്വം. മനസ്സിലായില്ലേ? അച്ഛൻ പോയി അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോനെ, അവിടെ കിടന്നിക്ക് ബോറടിച്ച അതിന്റെ പേരിൽ ഞാൻ അതെ, എന്റെ കൂട്ടുകാരൻ ജോർജൊക്കെ വരും. നിന്റെ കൂട്ടുകാരനെ പിടിച്ചെടുത്തല്ലേ? സ്വന്തം രക്തത്തിൽ പെടുന്ന അച്ഛനെ ഒന്ന് കേൾക്കാൻ നീ സമ്മതിക്കൂലല്ലേടാ? നിനക്കൊരു കാര്യം അറിയാമോ മോളെ? ഇവിടെ പ്രസവിച്ചപ്പോഴല്ല ഈ കൂന് മാറ്റാൻ വേണ്ടി എത്ര ആശുപത്രികളിൽ കൊണ്ടുവരക്കാൻ ഈ അച്ഛൻ മാത്രം ഉണ്ടായുള്ളൂ. 3 വയസ്സ് വന്നപ്പോഴല്ല പോളിയോ വന്ന് അതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഈ അച്ഛൻ മാത്രം ഉണ്ടായുള്ളൂ. 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർക്കാൻ ഈ അച്ഛൻ മാത്രം ഉണ്ടായുള്ളൂ. അവസാനം അപ്പൊ കല്യാണം കഴിച്ച് ആദ്യരാത്രി വന്നപ്പോ അച്ഛനെ വേണ്ടാത്ര. അതെ, അച്ഛൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക. എന്റെ ജോർജ് കൂട്ടുകാരൻ അമേരിക്കയിൽ ഒരു സമ്മാനമായിട്ട് വരും. ആരും പണി തുറക്കണ്ടല്ലോ. അച്ഛന്റെ മുഖത്തൊരു കണ്ണു വേണം കേട്ടോ. ഒരു വൃത്തികെട്ട മുഖം. വൃത്തികെട്ട മുഖമല്ല, വൃത്തികെട്ട മുഖം. അതെ, വെളുപ്പാൻ കാലത്ത് അച്ഛൻ പാലായിട്ട് പോണ വഴിക്ക് തമിഴ്മണ്ടി അടിച്ച് ചാണകുടി പോയതാ. അന്ന് അങ്ങനെ വൃത്തികേടായി പോയതാ. നമസ്കാരം ജോർജ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാടാ. ഞാൻ വിചാരിച്ചു നീ വന്ന് വാതിൽ ഓർക്കുന്ന. ഇത് അതേ വേലക്കാരൻ. ഇയാളെന്റെ അപ്പനാ. നമസ്കാരം അപ്പച്ച. ഞാൻ എന്റെ കൂട്ടുകാരനാ. പിന്നെ എന്തൊക്കെയുണ്ട്? ഇതാണ് ഞാൻ കെട്ടിയ പെണ്ണ്. ആണോ? കാര്യം അമ്മയെ പോലെ ഇരിക്കെങ്കിലും എന്റെ ഭാര്യ. ആണോ? അതെ. ഷെയ്ക്കൻഡ് ഞാൻ അങ്ങനെ. എന്നാലും എനിക്ക് ഭയങ്കര അടിച്ചിട്ട് കിരിക്കുത്ത് കളിക്കുക. അച്ഛൻ അതെ ജോർജ്, നീ എനിക്ക് അമേരിക്കൻ സമ്മാനം കൊണ്ടുവന്നു പറഞ്ഞല്ലോ. എടാ, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ നിനക്ക് സമ്മാനം കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് എവിടെ? എടാ, അത് നീ പറഞ്ഞ പോലെ വളരെ പ്രത്യേകത ഉള്ള സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമ്മാനത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും നുണ പറഞ്ഞാൽ ആ സമ്മാനം ടിടീക് നടിക്കും. എങ്ങനെ? ആരെങ്കിലും എന്തെങ്കിലും നുണ പറഞ്ഞാൽ ആ സമ്മാനം ടിടീക് നടിക്കും. നല്ല സമ്മാനമാണ് മോനെ. ഇതുപോലത്തെ സമ്മാനത്തിന്റെ ആവശ്യമുണ്ട്. നാട്ടുകാർ മുഴുവൻ കള്ളന്മാരല്ലേ? സമ്മാനത്തിന്റെ പേരെന്താന്നറിയാമോ? റോബർട്ട്. അനിയനാണ്. അനിയനല്ലടാ, യന്ത്രമനുഷ്യൻ. ഞാൻ വിളിക്കട്ടെ? റോബർട്ട്. കള്ളം പറഞ്ഞ പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും നുണ പറഞ്ഞാൽ നടിക്കും.
അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അപ്പാ ഈ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മോന്റെ കല്യാണമായിട്ട് പറയല്ല, ആ. ഇങ്ങനത്തെ ഒരു കല്യാണം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല. എന്തായാലും അല്ല, കല്യാണത്തിന് സദ്യ കറികൾ എത്ര തരം ഉണ്ടായിരുന്നു? ഈ കറികളെ കുറിച്ച് പറഞ്ഞ ഒരു 25 തരം കറികളുണ്ടായിരുന്നു. 5, 10, 5 പിടിച്ച് മോനെ, നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ, എന്താ നിനക്ക് ഗൾഫിൽ എന്താ ജോലി? ഗൾഫിൽ അല്ല, ഗൾഫിൽ. ഗൾഫിൽ ഞാൻ അറബിയുടെ PA ആണ്. കോൺട്രാക്ട് വർക്കാണ്. അല്ലേ, പനയമ അല്ല, ഒട്ടകത്തിന്റെ ചാണം മാറില്ല ചങ്ങാതി. ശരിയാവില്ല, ഞാൻ പോട്ടെ. ജോർജ്, നീ എനിക്ക് ഇത്ര വലിയ സമ്മാനം കൊണ്ടുവന്നല്ലേ, എത്ര രൂപയാ? എടാ, ഈ സമ്മാനത്തിന് വളരെ നിസ്സാര പ്രൈസ് ഉള്ളൂ. 2 ലക്ഷം രൂപ. 1 ലക്ഷം 50,000, 5,000. അല്ല ചങ്ങാതി, അറബിയുടെ വീട്ടിൽ നിന്ന് കട്ടെടുത്ത ചങ്ങാതി. ഞാൻ പോട്ടെ, ഞാനിവിടെ ശരിയാവില്ല. പറഞ്ഞ അപ്പൊ പിടിക്കും. നിന്റെ കള്ളക്കൂട്ടുകാരൻ വന്നില്ലേ, സമ്മാനം തന്നില്ലേ, മര്യാദക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ നോക്കൂ. ഞാൻ പോയി എന്റെ മുറിയിൽ പോയി കിടക്കട്ടെ. ഞാനീ വാദിക്കപ്പെട്ടോ നാണല്ലോ അച്ഛനാന്ന് പറഞ്ഞ നടക്കാൻ. എവിടെയും പോയി കിടന്നു തുടങ്ങണം. അതെ, ഇതുപോലെ ഒരു സാധനം ഈ വീട്ടിൽ വന്ന് നന്നായി. ഇവരുടെയൊക്കെ നുണ അങ്ങനെ എന്റെ പിടിക്കും. അതൊക്കെ പോട്ടെ, നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കല്ലേ, എല്ലാം പറഞ്ഞു തീർക്കണം. നീ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? അയ്യേ ചേട്ടാ, ഞാൻ അങ്ങനത്തെ ആളല്ല. 2, 3, 4, 5, 16. 5 വരെ? ഈശ്വര, 5 വരെ പ്രേമിച്ചത് മതി. നിനക്കറിയോ, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോ, 10 പഠിക്കുമ്പോ, 8, 7, 6, 5, 4, 2, 1 ഞാൻ പോയിട്ടില്ല മക്കളെ. അയ്യോ, പോട്ടെ. അപ്പൊ നമ്മൾ ഈ കൊലൈസായി 2 പേര്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഈ ലവേഴ്സ് ആയിട്ട് നിനക്ക് അവീത ബന്ധമായാലും കുട്ടികളൊന്നും ഇല്ലല്ലോ. അയ്യോ ചേട്ടാ, അങ്ങനൊന്നും പറയല്ലേ, അങ്ങനൊന്നും ഇല്ല. 2, 3, 4, 5. 5 മക്കള്. എനിക്ക് ഞാൻ ബുദ്ധിമുട്ടില്ലാതെ 5 മക്കളെ ഫ്രീ കിട്ടിയില്ലേ? എന്റെ ലൈഫ് പോയി. ഇവൾക്ക് 5 ലവേഴ്സ് 5 കിഡ്സും. നിനക്ക് അങ്ങനെ വേണ പെണ്ണുകാലം വന്നപ്പോ ഞാൻ പറഞ്ഞില്ല മോനെ, ഇവള് പറ്റിക്കും, ഇവള് വഞ്ചിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? എന്തായാലും വെളുത്ത പെണ്ണ അല്ലേ, അത് മതിയച്ചാന്ന് അനുഭവിക്കടാ കൂന, അനുഭവിക്കുന്നേ. അമ്മേ, നീ എവിടെ പോയി കിടക്കരുത്? ഞാൻ നിങ്ങൾക്ക് നാളെ പോലെ ഡ്രസ് ഇസ്തിരി ഇട്ടോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞോ, നോണ പറഞ്ഞ ടിക്ടിക്കൽക്ക് സത്യം മതി. ഞാൻ സീരിയൽ കാണായിരുന്നു ചേട്ടാ. മോന് പറ്റത് വല്ലതും പറഞ്ഞ ചോദിക്കലേ. എന്റെ ലൈഫ് പോയി. എന്റെ മോന്റെ ലൈഫ് പോയി. ഇവൾക്ക് 5 ലവേഴ്സ് 5 കിഡ്സും. ഇവളെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അവളെ അഴിച്ചിട്ടില്ല. അയ്യോ, അപ്പൊ നിങ്ങൾ അച്ഛനും മോനല്ലായിരുന്നു നിർബന്ധം ഇവളെ തന്നെ കെട്ടിയെടുക്കണമെന്ന്? ഇനി എന്നെ കുറ്റം പറയണ്ട, ഞാൻ ഇവളുടെ കാല് പിടിച്ചു പറഞ്ഞാണ്. അപ്പൊ ഇവന്റെ ഒരേ ഒരു പിടിവാശി അവളെ തന്നെ മതിയെന്ന്. അതെങ്ങനെ വാശിയില്ലാണ്ടിരിക്കും? നിങ്ങളുടെ അല്ലേ മോൻ? ഇവിടെ വാ, സത്യം പറഞ്ഞ് ഈ മെഷീൻ ഓഫാക്കി.